റമളാനിന്റെ മുന്നൊരുക്കമെന്ന് പറയുമ്പോൾ പരിശുദ്ധമായ റമളാനെ നമ്മൾ നല്ലതുപോലെ വരവേൽക്കും. നമ്മുടെ കുടുംബത്തിൽ ഒരു കല്യാണം വന്നാൽ ആ ഒരു കല്യാണത്തിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് കടന്നു വരും. എന്നാൽ പരിശുദ്ധമായ റമളാനെ വരവേൽക്കുക എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഊർജമുള്ളൊരു കാര്യമാണ്. പരിശുദ്ധമായ റമളാനിനെ ഖൽബിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് അതിനെ ഇഷ്ടം വെച്ച് അതിനെ പൊന്നുപോലെ ഹൃദയാന്തരങ്ങളിൽ ഏറ്റുകൊണ്ട് വരികയാണെങ്കിൽ അവർക്കൊരുപാട് വിജയമുണ്ട്, അവർക്കൊരുപാട് സന്തോഷങ്ങളുണ്ട്. മഹാന്മാരായ സ്വഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹും മുഴുവനും പവിത്രമായ പരിശുദ്ധമായ റമളാൻ എന്ന് വരുന്നുവെന്നറിയുമ്പോൾ ആ റമളാനിക്ക് വേണ്ടി ഒരുക്കങ്ങൾ എടുക്കുമായിരുന്നു. സ്വഹാബാക്കൾ മാത്രമല്ലല്ലോ, സ്വഹാബത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യമാരും റമളാനിക്ക് വേണ്ടി മുൻകരുതലുകൾ എടുത്തിരുന്നു. എങ്ങനെയാണ് മഹദിയായ ഉമൈറത്തുൽ മുഹമ്മദിയ റളിയല്ലാഹു അൻഹാ, വലിയ മഹദിയാണ്, വലിയ ആലിമത്താണ്. ഒരുപാട് ആളുകൾ മഹദിയുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട്. അങ്ങനെയുള്ള മഹദിയുടെ മുമ്പിലേക്ക് ഒരു പെണ്ണ് വന്നിട്ട് പറയുന്നു, ബീവി എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മൾ വരുന്നത് പരിശുദ്ധമായ റമളാനിലേക്കാണ്. ആ പവിത്രമായ പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്കൊന്ന് വരുമ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ എന്താണ് എന്റെ വീടിന്റെ ഉള്ളിൽ ഞാൻ ചെയ്യാനുള്ളത്? റമളാന് വരുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്? അങ്ങനെ അത് 5 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആ 5 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലമുണ്ടല്ലോ. 5 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. അതിൽപ്പെട്ട ഒന്നാമതായി പറഞ്ഞെന്തെന്നറിയുമോ? മാഹൗലെല്ലാം ശരിയാക്കുക എന്ന് പറയുമ്പോ നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗം മുഴുവനും നമ്മൾ വൃത്തിയാക്കുക. കാരണം അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് വരുന്ന ദിവസങ്ങളാണ്. റമളാന്റെ തൊട്ടു മുമ്പ് നബി തങ്ങൾ പറഞ്ഞല്ലോ, ഭൂമി ലോകത്തേക്ക് മാലാകമാര് കടന്നു വരുന്നുണ്ട്, നോക്കുന്നുണ്ട്. ആ വീടിന്റെ പരിസരം നോക്കുന്നുണ്ട്, വീടിന്റെ അകത്ത് നോക്കുന്നുണ്ട്, ആ മനുഷ്യനിലേക്ക് നോക്കുന്നുണ്ട്. അങ്ങനെയുള്ള പരിശുദ്ധമായ റമളാൻ എന്ന് കടന്നു വരുമ്പോ അതിനു വേണ്ടിയിട്ട് മുൻകരുതലുകൾ എടുത്തിട്ട് അതിനു വേണ്ടി നല്ല മനസ്സോടെ നല്ല നീയത്തോടെ നമ്മൾ മുന്നോട്ട് വരുമ്പോ അള്ളാന്റെ മലക്കുകൾ പറയും, കണ്ടോ അവനവന്റെ വീട് വൃത്തിയാക്കിയല്ലോ, അവനവന്റെ വാഹനം വൃത്തിയാക്കിയല്ലോ. എല്ലാം ഒരു മുൻകരുതലുകളാണ്, അല്ലേ? റമളാനിന്റെ പോരിശയിലൂടെ മിന്നിമറഞ്ഞു നടന്നു സുന്ദരനാളും റമളാന. എന്തൊരു അത്ഭുതമാണിത് കേട്ടോ സോദരേ, അത്ഭുതമായൊരു കഥകളുമുണ്ട് റമളാൻ എന്നുണ്ടുമേ, കൽബകം നിറയുന്ന പൂവുമേ. അത്ഭുതമുണ്ട് വീടിനുള്ളിൽ പരിസരമെന്നത് ഓർക്കേണേ, അത്ഭുതമായൊരു വഴികളിലൂടെ പാടമുതുണ്ടെന്നോർക്കേണേ. ആ മുത്തിൻ മാതൃകാലെ പാരിൽ ദുനിയാവിൽ നടന്നതിലുള്ള അജബാണല്ലോ, കനിവത്ത കനിവേറും ത്വാഹ റസൂലിന്റെ അഴകേറും വാക്കോ മതായി മാറുന്നേ. പരിശുദ്ധരായ ഹബീബോലും ആദരിച്ചിട്ടുള്ളതാണ്. മുഅ്മിനേ അൽഹംദുലില്ലാഹ്, റമളാനിന്റെ ഒന്നാമത്തേതായി ചെയ്യാനുള്ളത് നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗം മുഴുവനും വൃത്തിയാക്കലാണ്. വീടിന്റെ ചുറ്റുഭാഗങ്ങൾ നമ്മൾ വൃത്തിയാക്കുക. റമളാന് കാരണം എന്താ? നമ്മുടെ വീടുകളിൽ ഒരു കല്യാണം വന്നാൽ നമ്മൾ ഒരാളെ വിളിക്കും, നീ നാളെ എന്റെ വീട്ടിലേക്ക് വരണം, അവിടെ ഒന്ന് വൃത്തിയാക്കണം. ഒരു പോട്ടെ 10-500 രൂപ പോയാലും ഒരാളെ വിളിച്ച് വീടിന്റെ പരിസരത്തുള്ള ചപ്പ് ചവറുകൾ, വേസ്റ്റുകൾ എല്ലാം ഒന്ന് വൃത്തിയാക്കി ആ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാം.
ഏതെങ്കിലും ഒരാൾ പരിശുദ്ധമായ റമദാനിക്ക് വേണ്ടി ഏതൊക്കെ കാര്യങ്ങളിലാണ് മുൻകരുതലുകൾ എടുക്കുന്നത്, അതിലൂടെ അവനിക്ക് വിജയം കൊടുക്കുന്നു. അവന്റെ ഖൽബിനെ അല്ലാഹു ശുദ്ധിയാക്കുന്നു. അവന്റെ മനസ്സറിഞ്ഞിട്ടുള്ള പ്രതിഫലം അല്ലാഹു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഒന്നാമത്തത് വീടിന്റെ പരിസരമാ. രണ്ടാമത്തതോ മനസ്സല്ലാഹുവിലേക്കൊന്ന് അടുപ്പിക്കലാണ്. എന്ന് പറഞ്ഞ വീടിന്റെ ഗേറ്റടച്ച് പൂട്ടിയിടാനല്ല. ഇനി റമദാനാണല്ലോ, ആളുകൾ പിരിവിന് വരുമല്ലോ എന്ന് പറഞ്ഞ് വീടിന്റെ ജനാലകള്, വീടിന്റെ വാതിലുകള്, വീടിന്റെ ഗേറ്റുകൾ പൂട്ടിയിടലാകരുത്. ഇനിയിപ്പോ റമദാൻ വരുമ്പോ ചിലര് പറയും വല്ലാത്തടങ്ങേറ്, നോമ്പായി കുറെ ആൾക്കാര് പിരിവും മണ്ണാങ്കട്ട അല്ലേ, ഗേറ്റ് പൂട്ടിയിടരുത്. ആളുകൾ പിരിവിന് വരുമെന്ന് പറഞ്ഞിട്ട് പൂട്ടിയിടരുതെന്നും പറഞ്ഞ് തുറന്നിടാനും പാടില്ല. അപ്പൊ ഉസ്താദെ ഗേറ്റ് ഇങ്ങനെ തുറന്നു മലത്തിയിടണോ? അങ്ങനല്ല. ഗേറ്റ് സാധാരണ അടയ്ക്കും പോലെ അടച്ചിടുക. അല്ലെങ്കിൽ വല്ല പട്ടിയോ പൂച്ചയൊക്കെ വന്ന് കയറിയ ഉള്ളത് നമ്മൾ വൃത്തിയേടാക്കൂലേ? അങ്ങനെ പൂട്ടാൻ പാടില്ല, പൂട്ടിയിടരുത്. അത് അല്ലാഹുവിന് ഇഷ്ടമല്ലല്ലോ, അത് പടച്ചവനിക്ക് ഇഷ്ടമല്ലല്ലോ. അല്ലാഹു അതിന് പകരമായി റബ്ബ് നിങ്ങളോട് ചോദിക്കുമല്ലോ. അതുകൊണ്ടാണ് മഹദിയോട് പറഞ്ഞപ്പോ മഹദിയോട് പറഞ്ഞു കൊടുത്തു, ജീവിതത്തിലെ ഏറ്റവും വലിയ സൗകുമാര്യത ഏതെന്നറിയോ? റമദാനിന്റെ മുന്നൊരുക്കത്തിലൊന്ന് വീടിന്റെ പരിസരമാണെങ്കിൽ, രണ്ടാമത്തതോ മനസ്സുകൊണ്ട് റമദാനിൽ എന്ത് വന്നാലും ഏറ്റെടുക്കുമെന്നുള്ള ചിന്തയുണ്ടാവുക. മൂന്നാമത് പറഞ്ഞു, റമദാനിന്റെ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഒരാളെയെങ്കിലും നോമ്പ് തുറപ്പിക്കുമെന്ന് മനസ്സുകൊണ്ട് കരുതുക. അത് നമ്മുടെ വീടിന്റെ പരിസരത്തുള്ളവരാകട്ടെ, വീടിന്റെ ചുറ്റുഭാഗത്തുള്ളവരാകട്ടെ, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കടന്നു വരുന്ന ഒരാളാകട്ടെ, അവരെ ഞാൻ നോമ്പ് തുറപ്പിക്കുമെന്ന് കരുതുക. നോമ്പ് തുറപ്പിക്കുമെന്ന് കരുതുക എന്ന് പറയുമ്പോ നോമ്പ് മുറിച്ചതിന് ശേഷം അവരെ വീട്ടിൽ വിളിച്ചിട്ട് കോഴി ഇറച്ചിയും പത്രിയും കൊടുക്കുന്ന കാര്യമല്ല. നോമ്പ് മുറിപ്പിക്കാന്ന് വെച്ചാൽ ബാങ്ക് വെക്കുന്ന സമയത്ത് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ അതാണ്, അല്ലെങ്കിൽ ഒരു കാരക്കയാണെങ്കിൽ അതാണ്. നമ്മളെന്താ ചെയ്യാ? നോമ്പ് മുറിച്ചിട്ട് എന്റെ വീട്ടിലേക്ക് വരണം, നോമ്പ് തുറക്കുക. അതിന് നോമ്പ് തുറയില്ല, നോമ്പ് തുറയായിരിക്കും, അടിച്ച് പിന്നണ ഇവിടെ കിട്ടണ മുഴുവനും അടിക്കുക. അതിന് നോമ്പ് പറയുന്ന അറിയില്ല. നോമ്പ് തുറപ്പിക്കാ ഒരു കാരക്കയെങ്കിലും മേടിച്ച് ഞാൻ കൊടുക്കും. നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗത്തുള്ള പള്ളികളുണ്ടല്ലോ, ആ പള്ളിയിൽ ഒരു പാക്കറ്റ് ഈത്തപ്പഴമെങ്കിലും ഞാൻ എന്റെ വകയായി കൊടുക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിറഞ്ഞ മനസ്സോടെ ഒരാളെയെങ്കിലും നോമ്പ് തുറപ്പിച്ചാൽ അൽഹംദുലില്ലാഹ്, അതെത്രയോ സന്തോഷമാണ്, അതെത്ര ആനന്ദമാണ്, എത്ര ആഹ്ലാദമാണ്. അതുകൊണ്ട് ഒരാളെയെങ്കിലും നോമ്പ് തുറപ്പിക്കണം ഇൻഷാ അല്ലാഹ് എന്ന് മനസ്സുകൊണ്ട് ഒരുങ്ങിയിരിക്കണം. നാലാമതായിട്ട് പറയുന്നത് വീട് മുഴുവനും അടിച്ച് വൃത്തിയാക്കലാണ്, വീടൊന്ന് തുടച്ചിടലാണ്. ചിലന്തി വലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടിച്ചിറക്കലാണ്. അങ്ങനെ ചിലന്തി വലകളൊക്കെ ഒരു വീടിന്റെ അകത്തട്ടിലുണ്ടെങ്കിൽ ഹമ്മല്ല തങ്കത്യോ അബദാ, മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യം അല്ലാഹു കൊടുക്കുമല്ലോ. വീടിന്റെ എല്ലാ പരിസരങ്ങളിലും ചിലന്തി വലകൾ പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ആ ചിലന്തി വലകളൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കുക. പല്ലുകൾ കാഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കുക. അതുപോലെ വേസ്റ്റായിട്ടുള്ള തുണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിവെക്കുക. വസ്ത്രങ്ങളൊക്കെ അടുക്കി വെക്കുക. കിടക്കുന്ന പായകളും അതുപോലെ എല്ലാം അതുപോലെ മടക്കി വെക്കുക. അതും കഴിഞ്ഞിട്ടില്ലല്ലോ, വീടിന്റെ അകത്തട്ടില് സുഗന്ധദ്രവ്യങ്ങൾ നമ്മൾ പുരട്ടുക. അതിനാണ് ചില ദിവസങ്ങൾ മഹാരഥന്മാരായ സ്വഹാബത്തൊക്കെ സുഗന്ധം പുരട്ടുമായിരുന്നു. റമദാനിക്ക് മുമ്പ് ശഅബാനില് അതിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ ഊദ് പുകപ്പിക്കുമായിരുന്നു. എന്തിനെന്നറിയുമോ? അള്ളാന്റെ മലക്കുകൾ വരുന്നവരാണല്ലോ, നമ്മൾ റമദാനിക്ക് വേണ്ടി ഒരുങ്ങിയെന്നവരെന്നറിയട്ടെ. ആൾക്കാരെ കാണിക്കാനല്ല, റമദാനിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങിയെന്നവരെന്നറിഞ്ഞോട്ടെ. അതുകൊണ്ട് വീടിന്റെ അകത്തട്ടിൽ വീടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി, വീടൊക്കെ നടിച്ച് വൃത്തിയാക്കി ശുദ്ധിയാക്കുക. എന്തിന്? പരിശുദ്ധമായ റമദാനല്ലേ വരുന്നത്, ആ റമദാനിക്ക് വേണ്ടിയിട്ട്. എന്റെ മുഅ്മിനെ, നമ്മളെ ഇപ്പോഴല്ലേ നമുക്ക് വലിയ വാർത്ത വീടുമൊക്കെ വന്നത്. പണ്ടുള്ള കാലഘട്ടത്തിലുള്ള പാവപ്പെട്ട സാധുക്കളായ ഉമ്മമാര് വീടെങ്ങനെ വൃത്തിയാക്കാന്നറിയോ? നല്ല ഓലയിട്ട വീടായിരിക്കും,
അല്ലെങ്കിൽ ഷീറ്റിട്ട വീടായിരിക്കും. ആ വീട്ടിന്റെയൊക്കെ ഉള്ളിൽ ചാണകവും അതുപോലെ കരിയോയിലും തേച്ചിട്ട് ഒരുമിച്ച് ഇങ്ങനെ തളിക്കും. മലപ്പുറം ആ ഭാഗത്തൊക്കെ ഉള്ളവർ ഇനി എന്താ പറയാന്നറിയില്ല. ചാണകമെല്ലാം തേച്ച് ഇങ്ങനെ തറയിൽ ഇങ്ങനെ പുരട്ടിയിട്ട് പിന്നെ എന്ത് ചെയ്യും, ഈ വെള്ള ചേടി കൊണ്ടുവന്നിട്ട് ഉമ്മമാര് കൈയൊക്കെ അങ്ങോട്ട് മുക്കിയിട്ട് അതിനകത്ത് ചിത്രങ്ങളൊക്കെ വരച്ച് സെറ്റാക്കി വെക്കും. ചാണകം നജസാണ്. ആ നജസിന്റെ പുറത്ത് നിസ്കരിച്ചാൽ എങ്ങനെ നിസ്കാരം ശരിയാവുക? പാവങ്ങൾ സാധുക്കളാ, പണ്ടുള്ളവർക്ക് അറിയില്ല, അവർക്ക് അതൊക്കെ ഉള്ളൂ. ചാണകം അല്ല നജസല്ലേ, ആ നജസിന്റെ പുറത്ത് നിസ്കരിച്ച് എങ്ങനെ ശരിയാവുക? പണ്ടുള്ളവർ അങ്ങനെ ഉണ്ടായിരുന്നു. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. വീട് വൃത്തിയാക്കുക എന്ന് പറയുമ്പോ വീട്ടിന്റെ ഉള്ളിലുള്ള മാലിന്യങ്ങൾ വൃത്തിയാക്കലാണ്. നീ നിന്റെ വീട് വൃത്തിയാക്കണമെന്ന അതിലുണ്ട് റബ്ബുന തൃപ്തിയും അതു നന്നാ. അൽഹംദുലില്ലാഹ് സുജ്തമെന്നത് റബ്ബുന ഇഷ്ടപ്പെടുന്നതുമാണു എന്നാൽ മെച്ചമാ. അൽഹംദുലില്ലാഹ് റബ്ബു സീനത്തുള്ളതാ, അതുകൊണ്ട് റബ്ബും സീനത്തിനതകുന്നതാ. അല്ലാഹു സൗന്ദര്യമുള്ളവനാണ്, അല്ലാഹു നല്ല സീനത്താണല്ലോ, അതുകൊണ്ട് റബ്ബിന് വല്ലാത്ത ഇഷ്ടമാണ് സൗന്ദര്യവും. എന്ത് സൗന്ദര്യം എന്നറിയുമോ? നമ്മുടെ മുഖത്തുള്ള സൗന്ദര്യമല്ല, നമ്മുടെ ഖൽബിന്റെ സൗന്ദര്യമാണ്. നമ്മുടെ ഖൽബിന്റെ സൗന്ദര്യമാണ്. ആ ഖൽബ് സൗന്ദര്യമുള്ള ആൾക്ക് അവന്റെ വീടിന്റെ സൗന്ദര്യം വരുത്താൻ കഴിയുള്ളൂ. ഒരു മനുഷ്യന്റെ ഖൽബ് നല്ല സൗന്ദര്യമുള്ളതാണ്, അവന്റെ ഖൽബ് നല്ല ശുദ്ധമുള്ളതാണെന്ന് എങ്ങനെ അറിയാന്നറിയോ? അവന്റെ വീട് കണ്ടാൽ അവന്റെ വീടിന്റെ ഉൾഭാഗം കണ്ടാൽ അറിയാം. നല്ല വൃത്തിയായി നല്ല ഭംഗിയായി സൂക്ഷിച്ച് എല്ലാം അടുക്കി വെച്ച് നല്ലതുപോലെ ഇരിക്കുന്ന ഒരു വീടാണെങ്കിൽ അവന്റെ ഖൽബും ശുദ്ധിയാണ്. ഒരു വീട്ടിലേക്ക് പോയി നോക്ക്, അവിടെ എല്ലാം വാരി വലിച്ചിട്ട് കുറെ പിന്നെ പാത്രങ്ങൾ ഒരു മൂലക്ക്, കുറച്ച് വേസ്റ്റ് തുണി വേറൊരു മൂലക്ക്, അല്ലേ റൂമിലേക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. അങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ ആ വീട്ടിലുള്ള ആളിന്റെ മനസ്സും അതുപോലെയായിരിക്കും. ഇടുങ്ങിയ മനസ്സായിരിക്കും, പറന്നിടക്കുന്ന മനസ്സായിരിക്കും. അതുകൊണ്ടൊരു മനുഷ്യനെ മനസ്സിലാക്കാം അവന്റെ വീടിലൂടെ, അല്ലേ? ചില ആളുകൾ പറയാറുണ്ട്, ഒരു മനുഷ്യന്റെ കൈയെഴുത്ത് കണ്ടാൽ അവന്റെ മനസ്സിനെ മനസ്സിലാക്കാൻ പറ്റും. നല്ല ഹാൻഡത്തിങ് ആയിരിക്കും, അല്ലേ? അതുപോലെ അവന്റെ സ്വഭാവം ഉണ്ടാവും. എന്നാൽ എന്റെ പ്രിയപ്പെട്ട മോമിനെ പഠിച്ചുകൊള്ളുക, നല്ല മനസ്സോടുകൂടി നല്ല നീയത്തോടുകൂടിയിട്ട് വീട് മുഴുവനും അടിച്ച് വൃത്തിയാക്കി വെക്കുക. അതും കഴിഞ്ഞിട്ടില്ല, അള്ളാഹുവിന്റെ ഖുർആൻ എടുത്ത് റെഡിയാക്കി വെക്കുക. ഈ പെണ്ണിനോട് പറയുന്നു, മോളെ, പടച്ചവന്റെ ഖുർആൻ എടുത്ത് നല്ലതുപോലെ ഒരുക്കി വെക്കണം. ആ ഖുർആൻ നല്ല ഒരു സ്ഥലത്ത് വെക്കണം. മനസ്സിൽ ഒരു നീയത്ത്, റബ്ബേ ഖുർആനിന്റെ ഒരു പേജെങ്കിലും ഞാൻ ഓതുമല്ലോ, ഖുർആന്റെ ഒരു പേജെങ്കിലും ഞാൻ ഇഷ്ടപ്പെടുമല്ലോ, ഖുർആന്റെ ഒരു വരിയെങ്കിലും ഞാൻ ഓതുമല്ലോ. ഇത് റമളാനിക്കല്ല, റമളാൻ വരുന്നതിന്റെ തൊട്ടു മുമ്പ് നമ്മൾ ഇങ്ങനെ മനസ്സ് വെച്ചിട്ട് ഓതിയാൽ അൽഹംദുലില്ലാഹ് അത് ജീവിതത്തിൽ നല്ല മെച്ചമാണ്. ഖുർആന് ഓതുക, ഓതാൻ വേണ്ടിയിട്ട് ഖുർആന് ഒരുക്കി തയ്യാറാക്കുക. എന്ന് വെച്ചാൽ ഖുർആൻ നിങ്ങൾ ഉണ്ടാക്കാനല്ല പറയാ, വീട്ടിന്റെ ഉള്ളിലുള്ള ഖുർആൻ അതിനെ ഒന്നെടുത്ത് ഭദ്രമായി വെക്കണം. ഇൻഷാ അല്ലാഹ് ഞാനത് കണ്ടു ഓതാൻ പോവുകയാണ്. ആ ഒരു ചിന്ത നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ വരിക. അതുമാത്രവുമല്ലല്ലോ പിന്നീട് അവിടെ നിന്ന് പറഞ്ഞു പോകുന്ന ഒരു വാക്കേതെന്നറിയോ? അത്തൗബത്തു ഇലല്ലാഹ്. നിന്റെ വീട്ടിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് പെങ്ങളെ നീ തൗബ ചൊല്ലുക, നല്ലതുപോലെ തൗബ ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബിൻ വ ഖതീഅത്തിൻ വ അതൂബു ഇലൈഹി. ഏറ്റവും നല്ല തൗബയാണ്. നമ്മളെല്ലാവരും മനസ്സ് കൊടുക്കണം. എന്തിനേറെ മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പോലും കരഞ്ഞത്, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഖ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ ഖബ്ലൽ മമാതി ഫഇന്നക ഗാഫിറുൽ ദംബിൽ അളീമി. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച മഹാനുഭാവൻ പറയാണ്, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഖ്ലാ. നിന്റെ ഫിർദൗസിലേക്ക് വരാ എനിക്കൊരു അമലില്ലല്ലോ, എനിക്കൊരു നന്മയില്ലല്ലോ. വലാ അഖ്വാ അലാ നാരിൽ ജഹീമി.
നിന്റെ കത്തിയാളുന്ന നരകമുണ്ടല്ലോ, ആ നരകത്തിലേക്ക് പോകാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഫഖബ്ലി തൗബതൻ ഖബ്ലൽ മമാതി ഫഇന്നക ഗാഫിറുൽ ദംബിൽ അളീമി. അതുകൊണ്ട് റബ്ബേ, തൗബ ചെയ്യാൻ നമ്മുടെ മനസ്സിന് സന്തോഷം നൽകണേ അല്ലാ. തൗബയുടെ കവാടങ്ങളിലൂടെ തുറന്നു വരാൻ മനസ്സ് അനുവദിക്കണേ അല്ലാ. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു തആല തരട്ടെ. എല്ലാവരും എന്റെ കൂടെ ഒന്ന് ചൊല്ലണേ. അല്ലാഹ് തിരുപേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ ബിൽ കുതുബി റബ്ബാനി വൽ ഗൗതി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. ആലം മൂടയവൻ ഏകല്ലരുളാലേ ആയേ മുഹമ്മദ വർഗിളയാണോവർ എല്ലാ കീളയിലോ വൻകീളയായോവർ എല്ലാ ദിശയിലോ കേളി മികച്ചോവർ സുൽത്താനുൽ ഔലിയ എന്നോ പേരുള്ളോവർ സയ്യിദവർദായും ബാവായും ആണോവർ. ബാവമോദോവിന് കുത്തുബായി വന്നോവർ വാനം മദഴിയിലോ കേളി മികച്ചോവർ. ബിൽ കുത്തുബി റബ്ബാനി വൽ ഗൗതി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അല്ലാഹു എളുപ്പമാക്കട്ടെ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു എല്ലാവരുടെ ആഗ്രഹങ്ങളും അല്ലാഹു എളുപ്പമാക്കി ജീവിതത്തിൽ അല്ലാഹു സന്തോഷവും സമാധാനവും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളെ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരാരാണോ അവരെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാഹ്. കരുണക്കടലായ തമ്പുരാനെ, മാലിക്കുൽ മുലൂക്കായ റബ്ബേ, ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ മനസ്സിൽ നീയത്ത് വെച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിയോ എല്ലാവരെയും നീ ഖബൂലാക്കണേ അല്ലാഹ്. എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, റഹ്മാനും റഹീമുമായ റബ്ബേ, പടച്ച റബ്ബേ, ഒരുപാട് ആളുകൾ സങ്കടത്തിൽ കഴിയുന്നവരുണ്ടല്ലോ, പ്രയാസത്തിൽ കഴിയുന്നവരുണ്ടല്ലോ, വേദനയിൽ കഴിയുന്നവരുണ്ടല്ലോ. ഉസ്താദേ, മകളുടെ പഠനത്തിൽ ഉന്നത വിജയം ലഭിക്കണമെന്ന് പറഞ്ഞവരുണ്ട്. നീ വിജയിപ്പിക്കണേ അല്ലാഹ്. നീ വിജയിപ്പിക്കണേ അല്ലാഹ്. റഹ്മാനായ തമ്പുരാനെ, അല്ലാഹുവേ, രോഗങ്ങളോ സങ്കടങ്ങളോ വേദനകളോ കൊടുത്തിട്ട് നീ പ്രയാസപ്പെടുത്തല്ല അല്ലാഹ്. സങ്കടത്തിലാക്കല്ല അല്ലാഹ്. ദുഃഖത്തിലാഴ്ത്തല്ലേ അല്ലാഹ്.
അതുപോലെ ഉപ്പാന്റെ ഖബർ ജീവിതം റാഹത്തിലാകണമെന്ന് പറഞ്ഞവർ അല്ലാഹുവേ ഖബർ ജീവിതം റാഹത്തിലാക്കണേ അല്ലാ, സന്തോഷത്തിന്റെ വീടാക്കണേ അല്ലാ. അല്ലാഹുവേ കരുണക്കടലായ തമ്പുരാനെ, ഉമ്മ മരണപ്പെട്ടിട്ട് 56 ദിവസമായി. ബർസഖിയായ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാകാൻ അല്ലാഹുവേ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. കണ്ണെത്താത്ത ദൂരത്തോളം ഖബർ വിശാലമാക്കണേ അല്ലാ. എന്റെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാകാൻ, എന്റെ ഭർത്താവിന്റെയും മരുമകന്റെയും കച്ചവടത്തിൽ ഖൈറുണ്ടാകാൻ അല്ലാഹുവേ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ഖൈർ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഉസ്താദേ രോഗം മാറാനും ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞവർ രോഗങ്ങളെ മാറ്റണേ അല്ലാ, സങ്കടങ്ങളെ മാറ്റണേ അല്ലാ. ഹലാലായ മുറാദുകൾ ഹാസിലായി കൊടുക്കാൻ, ഒരു വീടാവാൻ വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവേ തട്ടല്ലേ അല്ലാ, ഖായിബാക്കല്ലേ അല്ലാ. പടച്ച റബ്ബ് കരുണക്കടലായ അല്ലാ, ചുമ കാരണം ബുദ്ധിമുട്ടിലാണ്, അത് ശിഫയാകണമെന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, സ്വീകരിക്കണേ അല്ലാ. അലിഹായ മക്കളുണ്ടാകാൻ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ടല്ലോ, സ്വാലിഹായ അംഗവൈകല്യങ്ങളില്ലാത്ത മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ SLCക്കും അതുപോലെ തന്നെ +2വിനൊക്കെ നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. മക്കൾ സ്വാലിഹീങ്ങളാകാനും ഹാഫിളാകാനും ഇക്കാട് രോഗം പരിപൂർണമായി ശിഫയാ ാനും കുടുംബത്തിനോടൊപ്പം ഉംറക്ക് പോകാനും അല്ലാ, എല്ലാവരെയും നീ എവിടെ എത്തിപ്പിക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ, നല്ലതുപോലെ വിജയിപ്പിക്കണേ അല്ലാ. മകൻ SLCക്ക് വേണ്ടി പഠിക്കുകയാണ്, സ്വീകരിക്കണം റഹ്മാനെ. എന്റെ വാപ്പിച്ചിയുടെ ഖബർ ജീവിതം റാഹത്തിലാകാൻ, എന്റെ വാപ്പിച്ചിയുടെ ഖബർ ജീവിതം റാഹത്തിലാകാൻ ദുആ ചെയ്യാൻ അല്ലാ. ആ ഉപ്പാന്റെ ഖബർ ജീവിതം കണ്ണെത്താത്ത ദൂരത്തോളം വിശാലമാക്കണേ അല്ലാ. നേരം പോക്കാക്കുന്ന മലക്കുകളെ നീ കൊടുക്കണേ അല്ലാ. എത്രയും പെട്ടെന്ന് പരിപൂർണമായ ഹജ്ജും ഉംറയൊക്കെ നിർവഹിക്കാം. എല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ അതുപോലെ തന്നെ മക്കളുടെ പഠനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ, ഉമ്മയുടെ സ്ട്രോക്ക് മാറാൻ ദുആ ചെയ്യാൻ, മോളുടെ SLC എക്സാമിൽ ഉന്നത വിജയം കിട്ടാൻ ആരൊക്കെ മക്കൾക്ക് വേണ്ടി ദുആ കൊണ്ട് പറഞ്ഞോ എല്ലാവരെയും സ്വീകരിക്കണേ അല്ലാ. അടച്ചവന് ആരൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തോ എല്ലാവരുടെ ആഗ്രഹങ്ങളും നീ കബൂലാക്കണേ അല്ലാ. സന്തോഷത്തിലും റാഹത്തിലുമാക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ ഓരോരുത്തരും ഈ മജ്ലിസിൽ വന്നവർ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.